എല്ലാവരും സംഭവം വേറെയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിയോ, എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിയോ. എല്ലാരും കണ്ടോ, എല്ലാരും കാണിച്ചോ. ഓക്കെ നമ്മൾ എത്താറായിട്ടുണ്ട്. എല്ലാരും എന്തായാലും എല്ലാരും എന്തായാലും ലക്ഷദ്വീപിലെ കൽപ്പന ദ്വീപിലെ തിരികെയാണ് ഗൈസ്. ഓക്കെ ഞങ്ങൾ അതിമനോഹരമായ ബോട്ട് യാത്രയിലാണ്. എല്ലാത്തിനും പിടിച്ച് മുത്തണം, എല്ലാത്തിനും പിടിച്ച് മുത്തണം. അങ്ങനല്ല, ഫ്രണ്ടിലോട്ടാക്ക്, ഫ്രണ്ടിലോട്ടാക്ക്, ഫ്രണ്ടിൽ തള്ളു, ശരി, ഫ്രണ്ടിലോട്ട് ചേര്, സുനിലിനെ അടുത്ത് ചാട്. സക്സസ്. ഓക്കെ ഹായ് ബിഗ്ദാൻ, ബിഗ്ദാൻ ഞങ്ങൾ കൽപ്പനയിൽ നിന്ന് ചെറിയ ദൂരത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വൈബുകളുടെ ലോകത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇല്യാസ് ഭായ് ഭാഗത്തോട്ട് പോവുകയാണ്. ചോറ് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ആദിലിൻ്റെ ബന്ധുവും നേരെ അകത്തോട്ട് പോവുകയാണ് ചേച്ചി. സൂപ്പർ. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷമാണെങ്കിൽ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓപ്പിയുടെ ഒരു കുട, ഒന്നല്ല 2 കുടമുണ്ട്, 2-3 കുടകളുണ്ട്. അതോടൊപ്പം തന്നെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡിങ്സ് എല്ലാം ഉണ്ട്. വെള്ളമാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത്.
ഈ ഐലൻഡിൽ അത്യാവശ്യം ഫുഡ് സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിലവിടെ ഡീലിങ് ചെയ്യുന്നുണ്ട്. ഡീൽ അപ്പോൾ സംഭവം ടെൻ്റൊക്കെ ആണെങ്കിൽ ഇതാ റെഡിയാക്കുന്നുണ്ട്. ഒരു ടെൻ്റുണ്ട് തൽക്കാലത്തേക്ക് ഇരിക്കാം. പക്ഷെ ടെൻറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം തണലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുഡിങ്സൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വിഷയം ഇല്ല. സൂപ്പറായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത സംഭവം റെഡിയാകാൻ വേണ്ടി പോവാണ്. പ്രാക്ടീസ് എല്ലാം, സ്നോർക്കലിങ്ങിൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. വെള്ളമൊക്കെ ആവശ്യത്തിലധികം കുടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുടിവെള്ളം വാങ്ങിച്ചു വെച്ച വെറുതെ ആയിപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മള് ലക്ഷദ്വീപില് വന്ന സമയത്ത് കാൽപ്പേനിയില് ഇതാ സ്നോർക്കലിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് ഞാനും നമ്മുടെ ഫ്രണ്ട്സും. ഒരാളവിടെ ചാടിയിട്ടുണ്ട്. നാല് പിള്ളേരുള്ള 4 പിള്ളേരോ 2 ഇവിടെ ഉള്ളത് ബോംബെ. ഒരു മാസം കഴിയുമ്പോൾ ഇവിടെ ഇത് തുടങ്ങും. അപ്പൊ നമുക്ക് ചാടാന്നോ? അവര് 3 പേരും അവര് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഫിഷൊക്കെ കിട്ടിയിട്ട് വേണം ഇനി. എന്തൊക്കെയായിരുന്നു മുസാഫിർ ഇങ്ങനെ മുകളിൽ വെച്ചാൽ മതി. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഫസ്റ്റ് ബാക്കിലാണ്, എന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കാം. ബാക്കിലാണ് ആദ്യം വെച്ചത്. മീനിനെ നോക്കുന്നതാണ് റെഡിയാക്കാൻ പോകും. നമ്മൾ സ്നോർക്കലിംഗ് കുറച്ച് അങ്ങോട്ടായിട്ട് പിന്നെ പോകും. ഇങ്ങോട്ട് വേറെ സ്ഥലം നോക്കി. ഇതൊക്കെ അവരുടെ ആയുധങ്ങളാണ്.
5 പിള്ളേര്. അയ്യോ എന്താണ് 2, 3, 5 വേറെ ആര് കൃഷി ഇതൊക്കെ സംഭവം ഹൈടെക് ആണ്, ഹൈടെക്. ഇങ്ങോട്ട് അപ്പൊ നമ്മളാണ് ഈ കടലിന്റെ നടുക്ക് നിൽക്കുകയാണ്. കടലിന്റെ നടുക്കെന്ന് വെച്ചാൽ ആ ഒരു ഐലൻഡിന്റെ ആ ഒരു നടുക്കായിട്ട് നിൽപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് മീനൊക്കെ ഫിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന് ഗ്രില്ലിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഫിഷിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചങ്ക്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസില് ബോളുണ്ട് അവിടെ. നിങ്ങളെ അവിടെ ഇരുന്നത് മാറ്റി മേളോ കറുത്തല്ലോ, സമാധാനായി. ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചോണ്ട് ഹോൾഡ് ചെയ്തിട്ട് പിടിക്കണം പിടിച്ചോ. അങ്ങനെ കൊത്തിയാൽ എടുക്കണത് അല്ല നോവില്ല, മരുന്നിട്ട് അപ്പൊ നമ്മള് ആഴം കുറഞ്ഞ ഒരു ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് സ്നോർക്കലിങ്ങിന്റെ പരിപാടി സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് സംഭവം കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടൊക്കെ വരും. ഓക്കെ, അടിപൊളി വിഷ്വൽസ് ആണ് നമുക്ക് ഇനി അടുത്ത എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരെ ഇവിടെ നേരെ കടലിലോട്ട് ഇറങ്ങിയാണ്. ഓരോരുത്തരായിട്ടും ഇറങ്ങിക്കും. സൂപ്പർ 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 സൂപ്പർ.